ഇൻക്ലൂസീവ് സ്പോർട്സിനെ കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മുടെ സ്വന്തം ഗോകുൽ. ഇൻക്ലൂസീവ് സ്പോർട്സിനായി തിരുവനന്തപുരത്തെത്തിയ കുറച്ച് ടീം അംഗങ്ങളെ പരിചയപ്പെടുത്താനാണ് ഗോകുൽ ഇനി എത്തുന്നത് പ്രേക്ഷകർക്ക് മുന്നിൽ. വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 700ഓളം കായിക താരങ്ങളാണ് പട്ടം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വന്നിറങ്ങിയത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കൂടി കായിക അവസരങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന കായികോത്സവത്തിൽ മികച്ച നേട്ടം കൊയ്യാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ മിടുക്കർ. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഇൻക്ലൂസീവ് കായിക ഇനങ്ങൾക്ക് മത്സരിക്കുന്ന വിദ്യാർത്ഥികളാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഇവരെന്ന് പറയുന്നത്. ഈ കൊച്ചുമിടുക്കന്മാരൊക്കെ ഫുട്ബോൾ ടീം അംഗങ്ങളാണ്. എങ്ങനെയാണ് ഈ പ്രതീക്ഷയൊക്കെ ഉണ്ടോ? ആരെ കുട്ടിക്കാണ് താല്പര്യം? കണ്ണൂർ എത്ര സ്ട്രോങ് ആണോ? ടീച്ചർ, എങ്ങനെയാണ് ഈ പരിശീലനമൊക്കെ മുമ്പോട്ട് പോയത്? ഞങ്ങളിത് വയനാട് ജില്ലാ ടീമാണ്, ഫുട്ബോൾ ടീമാണ്. ഞങ്ങൾ 108 കുട്ടികളായിട്ടാണ് വന്നേക്കുന്നത്. സ്പോർട്സിലേക്ക് വരുമ്പോഴേ കഴിഞ്ഞ തവണ നടത്തിയിരുന്നത് ഇപ്പൊ 2ാം ഘട്ടത്തിലാണ് നടത്തുന്നത്. അപ്പൊ അതിലുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നല്ലൊരു സ്ഥാനത്ത് എത്തിയിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഫസ്റ്റ് വരണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് വന്നിട്ട്. അത്രയും പരിശീലനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികളോടൊപ്പം ഈ മേളയിൽ ഞങ്ങളുടെ കുട്ടികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമായ കാര്യമാണ്. സർക്കാർ ഏറ്റെടുത്ത ഈ നയം അത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇവരെ സന്തോഷത്തിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ ID കാറ്റഗറി ഉണ്ട്, ഹിയറിംഗ് ഇമ്പേർഡ് ആയ കുട്ടികളുണ്ട്, ബ്ലൈൻഡ് കുട്ടികളുണ്ട്, ഓട്ടിസം ബാധിച്ച കുട്ടികൾ. അപ്പോൾ ഇവരെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് അവരോടൊപ്പം ജനറൽ കുട്ടികൾ, ഇപ്പോൾ ഫുട്ബോൾ ആകുമ്പോൾ 12 പേരുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടി ജനറൽ കുട്ടിയാവും. അവരെ കൂടി ഉൾപ്പെടുത്തിച്ചുകൊണ്ട് നമ്മൾ പരിശീലനം കൊടുക്കുക. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ജില്ല ഓവറോൾ നേടുകയും ചെയ്തു കഴിഞ്ഞ വർഷം. കണ്ണൂർ ജില്ലയിൽ നിന്ന് നിരവധി പെൺകുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. എങ്ങനെയാണ് പ്രതീക്ഷ കാണുന്നത്? ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ കായിക ഇനങ്ങൾ ഒരു മുഖ്യധാരയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കണക്കാക്കി വെച്ചിരുന്ന ഒരു കാലത്ത് നിന്നും മാറി നമ്മളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമ്മൾ പലപ്പോഴും വളരെ പ്രതീക്ഷ, അതായത് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഏതെന്തിനാണ് മത്സരിക്കുന്നത്? കഴിഞ്ഞ വർഷം ഞങ്ങൾ 3ാം സ്ഥാനത്താണ് കോഴിക്കോട് വന്നത്. ഈ വർഷം എന്തായാലും ഞങ്ങൾ കപ്പടിക്കണം എന്നുള്ളൊരു താല്പര്യത്താണ് ഞങ്ങൾ 158 കുട്ടികൾ 10 ഇനങ്ങളിലായി, 5 ഗെയിംസ് ഇനത്തിലും 5 അത്ലറ്റിക് ഇനത്തിലും മുഴുവൻ പരിപാടികളിലും പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് എത്തിയിരിക്കുന്നത്. ഓവറോൾ ചാമ്പ്യന്മാരാനുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് കുട്ടികളുള്ളത്. കപ്പടിക്കുമോ? ഉറപ്പാണോ? കപ്പടിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, കായിക താരങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ കോഴിക്കോടും കണ്ണൂരും മലപ്പുറത്തു നിന്നുമൊക്കെ എത്തിയിട്ടുള്ള ടീമുകളുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.